ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ എല്ലാവരും കൂടെ ശിവ ചേച്ചീൻ്റെ അവിടെ പോവാണ്. നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, 6 മണിയായിട്ടേ ഉള്ളൂ. വെയിലാവുന്നതിൻ്റെ മുന്നേ പോയാലും റോട്ടിൽ ബ്ലോക്കും ഉണ്ടാവില്ല, ചൂട് അധികം ആവുന്നതിൻ്റെ മുന്നേ അവിടെ എത്തും ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് നേരത്തെ പോണത്. കുട്ടിയേട്ടൻ ഗൾഫ് പോകാനായിട്ടുണ്ട്, അപ്പം അതിൻ്റെ മുന്നേയിട്ട് അവിടേക്കൊന്ന് പോവാന്ന് കരുതി വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. അവരിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ വരുന്നില്ലേ ചോദിച്ചിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോവാണ്. പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ എത്താനായപ്പോഴാണ് കുട്ടിയേട്ടനെയൊക്കെ വഴിക്ക് വെച്ച് കണ്ടു. അവർക്ക് പോണതിൻ്റെ മുന്നേ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവരോട് വണ്ടൂർ പോയാണ്ട് ഒന്നുകൂടി അവരാണ് ആ കാറിലുള്ളത്, ബ്ലാക്ക്. അപ്പോൾ ഏട്ടനും മോന് കണ്ണനും കൂടിയാണ് പോണത്. അപ്പോൾ വണ്ടൂർ നിംസ് പോയാണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ECGയിൽ പ്രശ്നമൊന്നുമില്ല, എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ചെറുതായിട്ടൊരു സൂചന ഉള്ള പോലെ. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവർ ചായയൊക്കെ കുടിച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടിയേട്ടന് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോകണം, അതിൻ്റെ ഒരു ടെൻഷനും ഇങ്ങനെ ഇവിടുന്ന് വണ്ടൂരിക്കും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കൂടെ എല്ലാവരുമായിട്ട് ഒരു ഇതിലിങ്ങനെ നിൽക്കുമായിരുന്നു. ചേച്ചിയും ഏട്ടനും അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചൊരു കൂടാന്ന് കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി ഏട്ടനും അവരും എത്തി. പക്ഷേ ഇതാണ് ഉണ്ടായത്, പെട്ടെന്ന് ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഏട്ടനും എല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവരും ഇല്ല എന്നുള്ളൊരു ചെറിയ വിഷമം. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വിളിച്ചു. അപ്പോൾ വണ്ടൂരെത്തി, വെയിറ്റ് ചെയ്യാണ്, നല്ല തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ അവരെ കാണാഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയും വിളിച്ചത്. അപ്പോഴേക്കും അവർ കാണിച്ചിറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇഞ്ചക്ഷൻ വെക്കണം, 4 ദിവസം അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും ടെൻഷനായി. നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടെ ചെന്നിട്ട് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ പിന്നെ പോവാൻ അടുപ്പിച്ചു ആയതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവർക്ക് കൊണ്ടുപോകാനുള്ള ഒന്നും എടുക്കാതെ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവർ മോനും കണ്ണനും ഏട്ടനും കൂടി ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ വേഗം അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്താണ്ട് വേഗം ഹോസ്പിറ്റലിലും പോയി അവരെയൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കുറച്ച് നേരം ഹോസ്പിറ്റലിലൊക്കെ നിന്ന് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വാർഡാണ്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. കുട്ടികളിന് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെറിയൊരിത് ഉണ്ടായതുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കുക. അപ്പോൾ പിന്നെ കണ്ണനുള്ളതുകൊണ്ട് ആരും അവിടെ നിന്നില്ല, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ രാവിലെ നേരത്തെ നമ്മൾ 6 മണിയാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടി ഇത് കേട്ടതിൻ്റെ എല്ലാത്തിൻ്റെ ഇതും പിന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ എല്ലാ അതും കൊണ്ടായിട്ട് ഒറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ പോന്നപ്പോൾ സോഡ വാങ്ങിച്ച് പോന്നു. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നത്. അത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് കുടിക്കലാണ്. അപ്പോൾ ചെമ്പരത്തിൻ്റെ ജ്യൂസ് എടുത്ത് എല്ലാവർക്കും അത് ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിപ്പോയി. സന്തോഷത്തോടു കൂടി പോയാണ്ട് ഒരു സങ്കടം ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു പേടി ടെൻഷനും ഒക്കെയാണ്. ഇനി ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പ്രാർത്ഥിക്കാം കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.